ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റപ്പോൾ ഒരു നെല്ലിക്ക ഇരിക്കുന്ന കണ്ടു. ആ നെല്ലിക്കയും കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നേരെ ജിമ്മിൽ പോയേ. ഇന്ന് നമ്മൾ ലെഗ് ഡേ ആയിരുന്നു. സുനിയേട്ടൻ നല്ല താമസിച്ചാണ് വന്നത്. അത് കാരണം എന്നെ ഇവർ നല്ലപോലെ ചെയ്യിപ്പിച്ചു. പിന്നെ സുനിയേട്ടൻ വന്നപ്പോൾ തന്നെ പുള്ളിയും കയറ്റി ഇരുത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ ലെഗിന് അടുപ്പിച്ചു കേട്ടോ. നല്ല പിടുത്തവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സുനിയേട്ടൻ പിന്നെ പകുതിയായപ്പോഴത്തേക്കിനും ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. പിന്നെ കാഫും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു പരുവായെന്ന് തന്നെ പറയാം. പിന്നെ ജസ്റ്റ് ഞങ്ങൾ ആപ്സിനും കൂടെയുള്ള വർക്കൗട്ടൊക്കെ ചെറുതായിട്ട് കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങിയപ്പോൾ തന്നെ സുനിയേട്ടൻ നേരെ പോയി ലോട്ടറിയും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ പങ്കീസിൽ കയറിയിട്ട് ചായയും പിന്നെ നമ്മുടെ റോബസ്റ്റ് പഴമൊക്കെ കഴിച്ചു. എന്നിട്ടാണ് ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് ചപ്പാത്തി എഗ്ഗ് ഒക്കെ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അപ്പോഴത്തേക്കിനും അമ്മ നേരെ മീനൊക്കെ ഓയിലില്ലാതൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ വെച്ചു. എന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇന്നലെ വാങ്ങിയ വാട്ടർ മിലണൊക്കെ കട്ട് ചെയ്തിട്ട് അതെല്ലാം ഞാനെടുത്ത് കഴിച്ചേ. അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു 2 ചക്ക വിളഞ്ഞ് പോകുന്നുണ്ട്, കൈയോടെ വന്നത് ഇട്ട് കൊടുക്കാനായിട്ട്. ചക്കയാണല്ലോ നമുക്കൊരു ഡിന്നറും അല്ലെങ്കിൽ ലഞ്ചും കാര്യങ്ങളൊക്കെ ആവുമല്ലോ എന്ന് കരുതി ഞാൻ പെട്ടെന്ന് തന്നെ തോട്ടിയൊക്കെ എടുത്ത് പരിപാടികളൊക്കെ തുടങ്ങി. കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ 2 ചക്കയൊക്കെ ഇട്ടു. ക്ഷീണം കാരണം പിന്നെ നേരെ പോയി ലഞ്ചും കാര്യങ്ങളും കഴിച്ചു കേട്ടോ. നമ്മൾ ഫുള്ള് മീനിൻ്റെ പരിപാടിയായിരുന്നു. മീനും തോരനും ഒക്കെ ആയിട്ട് ലഞ്ചും കാര്യങ്ങളും കഴിച്ചു. എന്നിട്ട് കുളിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് കണ്ണാടിക്കകത്ത് ചുമ്മാ കുറച്ച് പോസിങ്ങും കാര്യങ്ങളും ചെയ്തു. നമ്മുടെ ഡയറ്റ് അങ്ങോട്ട് ചേഞ്ച് ചെയ്തതിൻ്റെ ചെറിയ ഡിഫറൻസും കാര്യങ്ങളും അറിയാനുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ സുനിയേട്ടൻ്റെ അവിടോട്ടാണ് പോയത്. അവിടെ ചെന്ന് ഒരു അരമണിക്കൂർ പോസ്റ്റായി. പുള്ളി വെളിയിൽ അങ്ങോട്ട് പോയേക്കായിരുന്നു. പിന്നെ അവിടെ കുറേ സമയം ഇരുന്നു. നാഹ്റു വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനോട് കുറേ സമയം ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു കട്ടനൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു സുനിയേട്ടനെ. പുള്ളി വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ പിന്നെ എൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വരാൻ നേരത്തെ മാള് പറഞ്ഞു അവൾക്ക് കേക്ക് വേണമെന്ന്. അപ്പോൾ കേക്കും പിന്നെ വീട്ടിലേക്ക് അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൂടെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ നമ്മളാ കെട്ടിവെച്ച തോട്ടി വെച്ച് അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തേങ്ങ ഇടൽ കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ തേങ്ങ ഇടാറുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ അടുത്ത മീലായിട്ട് ചോറും ചിക്കനും ഒക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ സിനിമ കാണാനായിട്ട് പോയി കേട്ടോ. ഗെറ്റ് സെറ്റ് ബേബി ആയിരുന്നു പടം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു അടിപൊളി പടമായിരുന്നു. മാളുവാണെങ്കിൽ കഴിക്കാനായിട്ടാണ് തിയേറ്ററിൽ വരുന്നത് കേട്ടോ. പടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ചോറ്, ചിക്കൻ, സാലഡ് ഒക്കെ ആയിട്ട് പിന്നത്തെ ഡിന്നറും കഴിച്ചു. അമ്മയാണെങ്കിൽ നാളത്തേക്കുള്ള പണി ഒതുക്കാൻ വേണ്ടിയിട്ട് ചക്കയൊക്കെ അരിഞ്ഞ് നോക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങി. ബൈ ബൈ.